ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇപ്പോൾ പലരും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു ഫേസിലാണെന്നുള്ളത് എനിക്കറിയാം. പലരും ഇനി പഠിക്കണോ വേണ്ടയോ? എന്താ 10th ലെവൽ പ്രിലിമിനറി എക്സാം ശരിക്കും എഴുതാൻ പറ്റാത്തവരുണ്ടാവും. ഇനി ആ 10th ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ സെക്കൻഡ് സ്റ്റേജ് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടെൻഷനിലാവും. അങ്ങനെ പലരും പല രീതിയിലുള്ള അവസ്ഥയിലായിരിക്കും. കുറേ ആൾക്കാർ, മെജോറിറ്റി ഓഫ് ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് ആകെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. പഠനം നമുക്കിപ്പോൾ എന്ത് മാർക്ക് കിട്ടിയാൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറവ് മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടിയാൽ എന്തായാലും ശരി, നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം. എന്ത് മാർക്കാണെങ്കിലും. കാരണം നമുക്ക് ഇപ്പോൾ ഇനി അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കാമെന്നല്ലാതെ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ട, അയ്യോ ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ലല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കാം, ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ ഇതിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബ്രേക്ക് വരാതെയുള്ള പഠനമാണ് ഒരു എന്താ നമ്മൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്രേക്കില്ലാതിരിക്കുക, കണ്ടിന്യൂവേഷൻ ഉണ്ടാവുക. 1, 2 ദിവസമൊക്കെ വിഷമമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികം തന്നെയാണ്. PSC പഠിക്കുന്ന സമയത്ത് വിഷമമില്ലാതിരിക്കുക എന്ന് പറയണത് അത് ഉം, എത്രത്തോളം നടക്കുന്നൊരു കാര്യം എനിക്കറിയില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും പല പല ഘട്ടങ്ങളിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള കുറേ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അത് ഉള്ളോട്ടെടുത്ത് ഇതാണ് എൻ്റെ ലൈഫ്, ഈ ഒരു ജസ്റ്റ് ഒരു മാർക്ക് മാത്രമാണ് എൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന ആ ഒരു സമയത്താണ് ശരിക്കും നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ വിഷമിച്ച് 1, 2 ദിവസം ഇരുന്നോളൂ, കുഴപ്പമില്ല. അതിനപ്പുറത്തേക്ക് ആ ഒരു വിഷമം നിങ്ങളെ പിടിച്ചിരുത്താൻ നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾ തന്നെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. പഠനം മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. എത്ര മാർക്കാണെങ്കിലും പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ശരി, എത്ര മാർക്കാണെങ്കിലും ശരി, നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച്, അതായത് ഇനി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വന്നത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഡീമോട്ടിവേറ്റഡ് ആവാതെ, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഡീമോട്ടിവേഷനും ഒക്കെ നല്ല സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന അവസ്ഥ എന്ന് പറയണത് ചിലപ്പോൾ നമ്മൾ മാത്രം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബാക്കി നമ്മൾ ഒരു സെൻറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ കുറേ പേരുണ്ടാവും പഠിക്കാൻ. അപ്പോൾ കുറച്ച് പേര് ഇരുന്ന് പഠിക്കുമ്പോൾ തന്നെ അയ്യോ അവർ പഠിക്കില്ല, അപ്പോൾ ഞാനും പഠിക്കണ്ടേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ പറയാം, അങ്ങനെ ഒരു നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഒരു ഫാക്ടറൊന്നുമില്ല. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുത്തുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ലൈക്ക് അത് ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് എല്ലാത്തിലും ഞാൻ എഴുതുന്നതൊക്കെ എക്സാമിന് കിട്ടുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയണില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് മൊത്തം 3 റാങ്ക് ലിസ്റ്റിലാണ് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 2 വർഷം കൊണ്ടാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്ന എല്ലാ എക്സാമും എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയണില്ല. ബട്ട് ഇത്ര ടൈമുള്ളിലേക്ക് ഈ എക്സാമിന് കിട്ടിയത് കൊണ്ട് ആ ഒരു അത് സെൽഫ് സ്റ്റഡി ചെയ്ത് കിട്ടിയപ്പോൾ ലൈക്ക് എന്തൊക്കെയാണ് ഞാൻ സ്വീകരിച്ച മെത്തേഡ്സ് മാത്രമേ ഞാൻ പറയാനുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ചിലപ്പം എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയോളജീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അയ്യോ ഇങ്ങനെ അല്ലല്ലോ, എനിക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല എന്നൊന്നും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഫോളോ ചെയ്യേണ്ട. നിങ്ങൾക്കിത് ഇപ്പം നിങ്ങൾക്ക് തീരെ പഠിക്കാൻ പറ്റണില്ല, എത്ര എത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലിരുന്നാകുമ്പോൾ പഠിക്കാൻ പറ്റണില്ല, എന്നാൽ വേറെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് നോക്ക്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഓക്കെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ സ്റ്റഡി പ്ലാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് കൃത്യമായിട്ട് അതായത് നിങ്ങളിപ്പോൾ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊരു എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ ഈ വർഷം വരുന്ന എല്ലാ എക്സാമും എഴുതുക അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ആയിരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ വരുന്ന VFA ആണെങ്കിൽ VFA, അല്ലെങ്കിൽ അടുത്ത വരുന്ന കമ്പനി ബോർഡ് ടീച്ചേഴ്സിന് മെയിൻസ് കിട്ടുമെന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ ആ എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി വരുന്ന LD ആണെന്നുണ്ടെങ്കിൽ ഏത് എക്സാമാണ് ഇപ്പം ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന ഏത് എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഒരുപാട് സമയമുണ്ടല്ലോ, എന്നാൽ മെല്ലെ ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടുന്ന സമയത്ത് ഇരുന്ന് പഠിക്കാം, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ഞാനിപ്പോൾ ഉണ്ടാക്കി തരുന്ന സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ ആരുണ്ടാക്കി തരുന്ന സ്റ്റഡി പ്ലാനോ നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ല.
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് തയ്യാറാക്കുക. എത്ര ദിവസത്തിനുള്ളിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ തീർക്കാൻ പോണത്, അല്ലെങ്കിൽ എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ തീർക്കാൻ പോണത്, എസ്.സി.ആർ.ടി എത്രത്തോളം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എൻ.സി.ആർ.ടി ആണ് പഠിക്കുന്നത് വെച്ചാൽ എൻ.സി.ആർ.ടി എത്ര ദിവസം എത്ര ടൈമിനുള്ളിൽ പഠിച്ച് തീർക്കും, പി.വൈ.ക്യൂസ് ഏതൊക്കെ പി.വൈ.ക്യൂസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എല്ലാത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ. അല്ലെങ്കിൽ റിവിഷന് നിങ്ങൾ എത്ര ടൈം എടുക്കും. ചില എക്സാംസിന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വി.എഫ്.ക്ക് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നീ ഫുൾ പഠിച്ച് തീർത്തിട്ട് ഇനി റിവിഷൻ എന്നുള്ളൊരു ടൈമിൽ പോസിബിൾ ആവില്ല. പക്ഷേ ഇപ്പോൾ എൽ.ഡിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് സോറി കമ്പനി ബോർഡ് ജി.എസ്.സിൻ്റെ ഒക്കെ എക്സാം വരുന്ന ഏത് സമയത്താണെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. ഇപ്പോൾ ഏകദേശം പഠനം കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാനുള്ളതും എല്ലാത്തിനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിവിഷൻ എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ റിവിഷനാണ് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യണത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കി വെക്കാം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എനിക്കെപ്പോഴും പഠിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് മൊത്തം ഇരുന്ന് പഠിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. എനിക്കത് മാത്രമേ എനിക്കെപ്പോഴും വർക്കൗട്ട് ആവാറുള്ളൂ. അതായത് ഒരു ടോപ്പിക് പഠിച്ച് പിന്നെ അതിന് ശേഷം വേറെ ടോപ്പിക് പഠിച്ച് പിന്നെ വേറെ ടോപ്പിക് പഠിച്ച് അത് എനിക്ക് ഒട്ടും ഒരു ദിവസം തന്നെ കുറേ സബ്ജക്ട്സ് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവണ കാര്യമില്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ 1-2 സബ്ജക്റ്റ് മാത്രം ഇരുന്ന് പഠിക്കും. 2-3 മാക്സിമം അത്രേ ഉള്ളൂ കേട്ടോ. 2 സബ്ജക്ട്സാണ് ഞാനങ്ങനെ വിചാരിക്കാറ്. അപ്പം കൂടുതൽ ടൈം ഇട്ടിട്ടുണ്ടെങ്കിൽ 3 എന്നുള്ള രീതിയിലാണ് വിചാരിക്കാറ്. അപ്പം ഈ 2 സബ്ജക്റ്റ് പറഞ്ഞാൽ ആ 2 സബ്ജക്റ്റ് തീർത്തിട്ട് ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലർക്കും അത് ഓക്കെ ആവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇത് പഠിച്ച് തീർക്കുമ്പോഴേക്കും അടുത്തത് മറന്നു പോകും എന്നുള്ളതൊക്കെ തോട്ട് ഉണ്ടാവാറുണ്ട്. എനിക്കും മറന്നു പോകാറുണ്ട്. അത് റിവിഷൻ ചെയ്യാന്നല്ലാതെ വേറൊരു വഴിയില്ല. അപ്പം ഇപ്പം നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കണം. ഇപ്പം നമ്മൾ ഓരോ വേറെ സബ്ജക്റ്റാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും അത് നമ്മളിങ്ങനെ മറക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഫസ്റ്റ് പഠിച്ച പോർഷൻസ് ഒക്കെ മറക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ റിവിഷൻ എന്നുള്ള കാര്യം മാത്രം. അതുപോലെ പി.വൈ.ക്യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ആ പോർഷൻസ് ഒക്കെ ടച്ച് ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ അടുത്ത എൽ.ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഏത് സമയത്തേക്ക് എക്സാം നോക്കുക. അപ്പോൾ ആ എക്സാമിൽ ഇത്ര ദിവസം മുന്നേ, അതായത് ഒരു 1 മന്തൊക്കെ അല്ലെങ്കിൽ 2 മന്ത്സൊക്കെ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ടായിരിക്കും എടുക്കുക. പിന്നെ ഈ റിവിഷന് മുന്നേ ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ 2 തവണയായിരിക്കും നിങ്ങൾ പഠനം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതായത് ഓൾറെഡി ഒരു തവണ പഠിച്ചു കഴിഞ്ഞ് എന്നിട്ട് വീണ്ടും റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു തവണ കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് മീൻസ് റിവിഷൻ എന്നുള്ള രീതിയിലല്ല, ഒന്നും കൂടി ആ ടോപ്പിക്സ് ഒന്നും കൂടി പഠിച്ചെടുക്കും. എന്നിട്ട് അതിന് ശേഷമാണ് റിവിഷൻ. അങ്ങനെ ഒരു മൊത്തത്തിൽ 3 സൈക്കിളായിട്ട് നിങ്ങളുടെ മൊത്തത്തിലുള്ള പഠനത്തെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഒരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഇപ്പം ഞാനടക്കം പറയുന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റേതായ രീതി, അതായത് നിങ്ങൾ കുറച്ചേരം ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതി ഉണ്ടെന്നുള്ളത്. ആ രീതി ഫസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പി.എസ്.സി സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു ബിഗിനർ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ. അല്ലാതെ ആര് ക്യൂ പറയണം. ഇപ്പം ഞാൻ പറയുന്ന അടക്കം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം. ഞാൻ പറയാത്തതിൻ്റെ റീസൺ അതിനാണ്. നിങ്ങൾക്ക് ചിലപ്പം ഞാൻ പറയുന്ന രീതി ഓക്കെ ആവില്ല. അപ്പം ഞാൻ രാവിലെ ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് സെൽഫ് സ്റ്റഡീസ് രാവിലെ ഇരുന്ന് പഠിക്കുന്നത് എനിക്ക് ഓക്കെയാണ്. പക്ഷേ രാത്രി ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഓരോരുത്തർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് സെൽഫ് സ്റ്റഡി ചെയ്യാൻ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതി എന്താണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏത് സബ്ജക്ട്സ് ഒക്കെയാണ് പഠിക്കാൻ ഇഷ്ടം, പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടും മനസ്സിലാവാത്ത സബ്ജക്ട്സ് രാവിലെ അല്ല, ഏറ്റവും നിങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഇരുന്ന് പഠിക്കുക. ഇപ്പം പിന്നെ അതിനുശേഷം ഭയങ്കര ഉറക്കം വരുന്ന സമയത്ത് എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യുക. വർക്കൗട്ട് ഇൻ ദ സെൻസ് മാത്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. മാത്സ് ചെയ്താലും ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഇപ്പോൾ പി.വൈ.ക്യൂസ് ഇരുന്ന് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ക്ലാസ്സസ് ഇരുന്ന് കാണാം. അങ്ങനെ എന്തെങ്കിലും അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഉറക്കം വരുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ഉറക്കം വരുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടൈം കൃത്യമായിട്ട് കൊടുക്കണം. ഓക്കെ. എല്ലാ സമയത്തും ഇരുന്ന് പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ മനുഷ്യനാണ്. ഓക്കെ. നിങ്ങളെപ്പോഴും ഒരു തേർഡ് പേഴ്സൺ വ്യൂ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക. ഓക്കെ. നമ്മൾ കുറേ വർക്കൗട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് ഫുൾ ടൈം ഇരുന്ന് കഷ്ടപ്പെടുക. അപ്പോൾ നമുക്ക് തന്നെ തോന്നില്ല, ശോ പാവം കേട്ടോ, എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുക, കുറച്ചെടുക്കുന്ന വർക്കിൽ ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് പഠിച്ചുകൂടെ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നില്ലേ. ഇവർ വേറെ ആളാണ് ചെയ്യണം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ചെയ്യുന്നത്, നമുക്കൊരു വിഷമം തോന്നില്ലേ. അപ്പം അതേപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ കാണാൻ ശ്രമിക്കണം. എല്ലാ സമയത്തും നിങ്ങളെ തന്നെ മനസ്സിലാക്കാത്ത രീതിയിലൊരു പെരുമാറ്റം ഉണ്ടാവാൻ പാടില്ല. ഒരു തേർഡ് പേഴ്സൺ അല്ല, ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ തന്നെ വ്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചില സമയത്ത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ചില സമയത്ത് എന്നോട് തന്നെ ഭയങ്കര ഹാർഷാണോ പോലെ തോന്നുന്നത്. അപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും, ഓക്കെ, ഇതിപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അവരാലോചിച്ചിട്ട് ഇവർ ഇത്രയും കഷ്ടപ്പെടാണ്, നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വിഷമം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വേണം സത്യത്തിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഡിമോട്ടിവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും, ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ
ആൾക്കാരായിരിക്കും. മീൻസ് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അതായത് അവരാണല്ലോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അവരാണല്ലോ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ തോന്നുക. അതായത് അവർക്കറിയാം നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ചിലപ്പോൾ ചില ആൾക്കാരെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഓക്കെ. നമ്മൾ നമ്മളെ തന്നെ ആഹ് എന്താ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരെയും വന്ന് വേറെ ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കും എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളെ സമാധാനിപ്പിക്കേണ്ടത് നിങ്ങളെ തന്നെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. അപ്പോൾ അവർ വേറെ ടെൻഷൻ്റെ മുകളിൽ ചിലപ്പോൾ അവരവരുടെ വർക്ക് പ്രഷർ കൊണ്ട് ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. അപ്പം എല്ലാ അവർ പറയുന്നതൊക്കെ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് വേറൊരു കാര്യമാണ്, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് കുറേ ചിന്തകൾ നമ്മുടെ തലയിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കും. അപ്പം അതൊക്കെ ഫുള്ളി നമ്മളുടെ ഉള്ളിലോട്ട് എടുക്കാതെ കുറച്ചൊക്കെ അവരുടെ പെർസ്പെക്റ്റീവിൽ ലൈക്ക് അവരിപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ഒരു നമ്മൾ അങ്ങനെ ഒരു മൈൻഡും കൂടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെ കൂളായി സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാമെന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മളുടെ മാത്രമാണ്, നമ്മളെ ഒരാൾ വന്നിട്ട് സമാധാനിപ്പിക്കാനില്ല. നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സമാധാനിപ്പിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SCRTയുടെ പഠനം. നിങ്ങൾ പലർക്കും മീൻസ് എത്ര പേര് ഇത് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. SCRT നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെയിലിയുള്ള പഠനത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ PYQs. ഈ SCRTയും PYQs ഒക്കെ നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ നിർബന്ധമായിട്ട് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് മീൻസ് ഓരോ ചാപ്റ്റേഴ്സും ഒക്കെ പഠിച്ചു വരാൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചിലപ്പം ഇപ്പോൾ സൈലത്തിൽ എനിക്കറിയില്ല സൈലത്തിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഓരോ സബ്ജക്റ്റ് നമ്മളോട് പഠിക്കാൻ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറയുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ 10th ലെവലിലല്ല പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല അതിൽ നമ്മളോട് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു വരാൻ പറയേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾ ഇതിൽ കോഴ്സിൽ പറയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ കോച്ചിങ് ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ദിവസം ഒരു SCRT എന്നുള്ള രീതിയിൽ പഠിച്ചു പോയിട്ടില്ല, ആര് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ SCRT നിർബന്ധമായിട്ട് പഠിക്കുക. എല്ലാ ദിവസവും ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്ത കാര്യം എന്നുള്ളത് ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് അവിടെ നിർബന്ധമായിട്ട് ഡെയിലി PYQs ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും PYQs നിർബന്ധമായിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ നിർബന്ധിച്ച് നമ്മളെ ഇരുത്തിയിട്ട് ചെയ്യിപ്പിക്കണം. അവിടെ അവർക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതായത് ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററിലും നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു അന്തരം ഇല്ലാതാവുന്നത് നമ്മൾ അവരവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനേക്കാളും ഇപ്പോൾ കുറച്ചുകൂടി എഫേർട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇരുന്ന് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഇതിൽ എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് ഓൺലൈൻ കോച്ചിങ്ങിന് പോയാലും അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയാലേ കിട്ടുള്ളൂ എന്നല്ല. നമുക്ക് വീട്ടിൽ നിന്ന് പഠിച്ചാലും ഇപ്പോൾ എനിക്ക് എന്തായാലും ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോവാതെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് മാറ്റർ ചെയ്യുന്നത്. നമ്മൾ എവിടെ ചെന്ന് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, ഏത് കോച്ചിങ് എടുക്കുന്നു അങ്ങനെയൊന്നും മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ PYQs SCRT നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ അടുത്ത കാര്യം പലരും ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അത് നമ്മൾ എത്ര പഠിച്ചിട്ടും പിന്നെ സാധനം മറന്നു പോവുക. എനിക്ക് സംഭവിക്കാറുണ്ട്, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമായിരിക്കും എനിക്കറിയാം. നമ്മൾ ഏറ്റവും അറിയുന്ന ചോദ്യങ്ങൾ വരെ എക്സാം ഹാളിൽ ചെന്നിരുന്ന് മറക്കുന്ന കാര്യം അത് മെയിൻലി റിവിഷൻ്റെ കുറവുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മൾ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ റിവിഷൻ പ്രോപ്പറാക്കി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ടോപ്പിക്ക് വന്നിട്ട് ഡെയിലി ഇപ്പം തലേ ദിവസം പഠിച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ആ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ കാര്യം റിവൈസ് ചെയ്തിട്ട് മാത്രം പിറ്റേ ദിവസത്തെ പഠനം ആരംഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഇപ്പം 10 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത് റിവൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ 10 മണിക്കൂർ നമ്മൾ എടുത്ത എഫേർട്ടിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 10 മണിക്കൂർ എഫേർട്ട് എടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം പിറ്റേ ദിവസം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ആ 10 മണിക്കൂർ എടുത്തൊരു എഫേർട്ടിന് ഒരു വാല്യൂ ഇല്ലാതെ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇത് ഇടയ്ക്ക് എടുത്ത് ചിലപ്പം നമ്മൾ റിവൈസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും എടുക്കുക. പക്ഷേ ആ ഒരു മണിക്കൂർ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ 10 ഹവേഴ്സ് വേസ്റ്റ്. ഓക്കെ. ആ ഒരു 1 അവർ നമ്മൾ എടുത്തു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ കാലം അത് ഓർത്തിരിക്കും. പിന്നെ ആ 1 അവർ പിന്നെ നമ്മളൊരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് ഓർത്തെടുക്കാൻ ഒരു മണിക്കൂറൊക്കെ അതിന് വേണ്ടി എഫേർട്ട് ഒരു ടൈം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അത് ആ ഒരു 10 മണിക്കൂറിന് ഒരു വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ റിവൈസ് ചെയ്ത് പോയാലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ഈ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ സാധനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടാവുന്നത്, റിവൈസ് ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഒന്ന് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഏതെങ്കിലും തരത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ PYQ ചെയ്യുന്ന സമയത്തും ആ റിവിഷൻ നടക്കും. PYQ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച സാധനം തന്നെ തെറ്റിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റിയ ഭാഗം പഠിച്ച സാധനം ഓൾറെഡി തെറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തല്ലേ എക്സാം എഴുതുന്ന സമയത്ത് തെറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ടോപ്പിക്സ് ഒന്നും കൂടി പഠിച്ചെടുക്കണം. പഠിക്കാൻ പറയുമ്പോൾ റിവൈസ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് അത് വീണ്ടും ഓർമ്മ വരും. നാളെ അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തെറ്റിക്കില്ല. അത് നിങ്ങൾ പറയുമ്പോൾ അത് ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ.
എനിക്ക് ലൈക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ മാത്രമാണ് ട്ടോ ഇവിടെ പറയണത്. നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ മോക്ക് ടെസ്റ്റുകളും മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അത് ഓരോ ആപ്പുകളിലും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ടെലഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിർബന്ധമായിട്ട് ഡെയിലി കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിർബന്ധമായിട്ട് ഡെയിലി നോക്കുക. ഓക്കെ, SCRT മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിരിക്കണം. പിന്നെ അടുത്ത കാര്യം എനിക്ക് തോന്നിയത് കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോക്കണം. അത് നിങ്ങൾക്ക് ഒട്ടും പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. പക്ഷേ മാക്സിമം കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒട്ടും പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കറണ്ട് അഫയേഴ്സിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി PDF അങ്ങനെ എന്തെങ്കിലും നോക്കി പോകുന്നതും ഏറ്റവും നല്ലത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നോട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് വളരെ വലിയ ഭീകരമായുള്ള നോട്ട്സ് തയ്യാറാക്കാതെ ജസ്റ്റ് എന്തെങ്കിലും പോയിന്റ്സോ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ട് കളർ പെൻസൊക്കെ യൂസ് ചെയ്ത് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ നോട്ട്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നിങ്ങളൊരു ബിഗിനറാണ്, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെ ഇപ്പോൾ നോട്ട്സ് മാത്രമാണ്, ഇപ്പോൾ റാങ്ക് ഫയൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഉപയോഗിക്കാതിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയ സമയത്ത് റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റാങ്ക് ലിസ്റ്റിൽ എത്തുന്ന വരെ ഞാൻ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് മൂന്ന് റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ 3 റാങ്ക് ലിസ്റ്റിൽ എത്തുന്ന സമയത്തും ഞാൻ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടില്ല പഠനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കത് എന്തോ ഇപ്പോൾ വേണം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് റാങ്ക് ഫയൽ യൂസ് ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയണില്ല. എനിക്കതിപ്പോൾ ചെയ്യാൻ തോന്നുന്നു, ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കത് ചെയ്യാതിരിക്കാം, ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയലിലാണ് ഇപ്പോൾ നിങ്ങൾ നോട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ വലിച്ചു വരി ഒരുപാട് വലിയ നോട്ട്സ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. റാങ്ക് ഫയൽ യൂസ് ചെയ്തുള്ള റാങ്ക് ഫയൽ പ്ലസ് ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലുള്ള അതേ കാര്യങ്ങൾ റാങ്ക് ഫയൽ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയാൽ മതി. അല്ലാതെ വീണ്ടും ആ നോട്ട്സ് തന്നെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടൈം വെറുതെ കൺസ്യൂം ചെയ്യും. അപ്പോൾ അതിന് നിൽക്കണ്ട. ഓക്കെ. പിന്നെ എന്താ നിങ്ങളെ തന്നെ എല്ലാവരെയും വെച്ചും കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. അത് നമ്മളുടെ കമ്പാരിസൺ നിങ്ങളും ചിന്തിക്കണം. നിങ്ങൾ കമ്പയർ ചെയ്തില്ലെങ്കിലും കമ്പയർ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളായിട്ടും കൂടി നമ്മൾ തന്നെ കമ്പയർ ചെയ്യാൻ നിൽക്കുന്നു വേണ്ട. ഓക്കെ. അപ്പോൾ മാക്സിമം നമ്മൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്യാതിരിക്കാം. പിന്നെ നമ്മൾ നമുക്കറിയാം പലതരത്തിലുള്ള ഡീമോട്ടിവേഷൻ ഉണ്ടാവും പല സൈഡിൽ നിന്നായിരിക്കും. ചിലപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലായിരിക്കും നമ്മൾ നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുക. ചിലപ്പം ഭയങ്കര സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ കണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്നുള്ള തോട്ടൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ബാക്ക് സ്റ്റോറി നമ്മൾ ആരും കാണില്ല. അവരെത്ര ദിവസം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എത്ര ദിവസം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, എത്ര രാത്രികൾ അവർ ഉറക്കമൊഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും കാണാതെ അവർ ചിലപ്പോൾ അവരുടെ സക്സസ് സ്റ്റോറി മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്യുക. അവർക്ക് എന്തായാലും അവർ കരഞ്ഞുള്ള ഫോട്ടോ വന്നിട്ട് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കരഞ്ഞ് തളർന്ന ദിവസങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരുടെ അതേപോലെ തന്നെ സക്സസ് മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അവർ വണ്ടി വാങ്ങുമ്പോഴും ഒരു കാറ് വാങ്ങും, ബൈക്ക് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ വീട് ഉണ്ടാക്കുമ്പോഴൊക്കെ അവരെ ഹാപ്പിയസ്റ്റ് പാർട്ട് മാത്രമേ കാണിക്കുന്നത്. ആരും വന്നിട്ട് അവരുടെ ഏറ്റവും ദുഃഖമുള്ള കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ മീൻസ് അങ്ങനെ ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് ആരും സോഷ്യൽ മീഡിയയിൽ അൺലെസ് നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന സംഭവം അതാണ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ആരും അതൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരുടെ സക്സസ്സിൽ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അവർക്ക് തന്നെ ശരിക്കും അറിയേണ്ടതാണ്. അപ്പം നമ്മൾ വെറുതെ അത് സേവപ്പെട്ടിട്ടൊന്നും ഇതാക്കാൻ നിൽക്കണ്ട. ഓക്കെ. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. അപ്പം അതിൽ ഹാപ്പി ആവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം. മറ്റുള്ളവരുടെ സക്സസ്സിൽ നമ്മൾ ഹാപ്പി ആവുന്നത് അത്രയും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇതാണ്, അവർ എത്ര മോശപ്പെട്ട ഫേസിലൂടെ കടന്നു പോയിട്ടായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ആർക്കും സക്സസ്സോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സോ അത്ര പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊന്നുമല്ല. എല്ലാവർക്കും അതിൻ്റെതായ ടൈം എടുത്തിട്ടുണ്ടാവും. ഓക്കെ. നമ്മൾ ചിലപ്പോൾ അവർക്കൊക്കെ എത്ര പെട്ടെന്നാണ് കിട്ടിയത് എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കട്ടെ, അത് അത്ര സിമ്പിൾ ആയിരിക്കും അവർക്ക് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് തകർക്കുന്ന രീതിയിലുള്ള അത് തകർക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ വ്യക്തിയായിട്ടുള്ള അകലം പാലിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും ബുക്സോ എന്തെങ്കിലും ഇപ്പം യൂട്യൂബിലുള്ള എന്തെങ്കിലും പരിപാടി എന്തോ ആയിക്കോട്ടെ, ആ സാധനങ്ങളിൽ നിന്ന് നമ്മളായിട്ട് മാറി നിൽക്കുക, നമ്മളായിട്ട് ഒഴിവാവുക. നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ വീക്ക് ഏരിയ എന്താണ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ഏരിയ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുത്തിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകത ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൽഫ് സ്റ്റഡി ചെയ്തിട്ടുള്ളവർക്കും കോച്ചിങ്ങിന് പോയിട്ടുള്ളവർക്കും പോയിട്ടില്ലാത്തവർക്കും പിന്നെ പല ജോലികൾക്കിടയിൽ നിന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ഇരുന്ന് പഠിച്ചവർക്കും മക്കളൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം ഇരുന്ന് പഠിച്ചവർക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിലെ ബെഡിലിരുന്ന് പഠിച്ചവർക്കും അല്ലെങ്കിൽ അങ്ങനെ പല സാഹചര്യത്തിൽ നിന്ന് പഠിച്ചവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പഠിക്കാത്തവർക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പം നമ്മളുടെ സ്റ്റോറി നമ്മളാണ് എഴുതേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ ഒരു വില കളയാൻ
പറയാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാനത് എന്നോട് തന്നെ പല സമയത്തായി പറയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ശരിക്കും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ മെൻ്റൽ ഹെൽത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം PSC പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ മെൻ്റൽ ഹെൽത്ത് അത്രയും തകരാറാവുന്ന സിറ്റുവേഷൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ തന്നെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയണത് നിർബന്ധമായിട്ടുള്ള കാര്യം. ഇപ്പം എൻ്റെ വീഡിയോസിന് രണ്ടിലൊക്കെ വരുന്ന അധിക കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ഇങ്ങനെ മതിയായി മടുത്തു എന്നുള്ള രീതിയിലൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അധിക പേരും ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരൊക്കെ എനിക്കറിയാം. അപ്പം ഞാനും അതിൽ നിന്നിട്ട് കുറേ വ്യത്യസ്തമായിട്ട് ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്കും എൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എൻ്റേതായ പ്രശ്നങ്ങൾ ഞാനിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും. എല്ലാവർക്കും ഇതേപോലെ ഒരു ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിയെന്നുള്ള ആ ഒരൊറ്റ ഫാക്ടറാണ് നമ്മളൊക്കെ ഇതിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം. അപ്പം എല്ലാവരും ശരിക്കും ഇരുന്ന് പഠിക്കുക. നല്ല ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പഠിച്ചവർക്കൊക്കെ എൻ്റെ അറിവിൽ ജോലി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പഠിച്ച് ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ ശരി ഞാൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ലല്ലോ, ഒന്ന് കുറച്ച് ബ്രേക്ക് എടുക്കാം, ഇനി പിന്നെ വേണ്ട എന്നുള്ളത് ചിന്തിക്കും. പിന്നെ അതിന് ശേഷം വീണ്ടും എന്തായാലും ഞാൻ എത്ര പഠിച്ചല്ലോ, കുറച്ചും കൂടി പഠിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടും എന്നുള്ളത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു പഠനം കൊണ്ടുപോകുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് ആവാനുള്ള സാധ്യത. കുറച്ചും കൂടി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുക, ഇതിന് വേണ്ടി മാത്രം ഇരിക്കുക, ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ഇതിലേക്ക് മാത്രം ഇരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നത്. ജോലിക്ക് പോകുന്നവർ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിച്ചവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ മാത്രമാണ് ഇത് പറയുന്നത്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അതായത് പഠിക്കുന്ന സമയത്ത് മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, എന്താ അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ജോലി കിട്ടും, എന്ത് ചെയ്യുന്നവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏത് രീതിയിലാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പഠിച്ചവർക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരാനും ജോലി കിട്ടാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം നമ്മളായിട്ട് ഈ അവസരങ്ങൾ കളയാണ്ടിരിക്കുക, കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക, നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടും തോന്നുകയെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും തോന്നുന്നു. ഇത് യൂസ്ഫുൾ മീൻസ് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനായിരിക്കും നിങ്ങളെക്കാളുള്ളത് യൂസ്ഫുൾ ആവാൻ സാധ്യത. അപ്പോൾ അവർക്ക് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.